നീയാ? ലേറ്റാവരുതാ. ഇറാനിയൻ സിനിമ കാണണം ആദ്യത്തെ. അതാണ് കലക്ക സിനിമയാണ്. നീ പെട്ടെന്ന് അതിന് ഫോൺ വെച്ചോ, ഞാനിപ്പോൾ റെഡി ആവട്ടെ. ഓക്കെടാ. നിങ്ങൾ എന്തോന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ പോകണം? എൻ്റെ തങ്കം, അവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ കുറവുകൾ, അവിടെ എന്തൊക്കെയാണ് ന്യൂനതകൾ, അവിടെ ആൾക്കാർ ഉദ്ദേശിക്കുന്ന ഫുഡുകൾ എന്താണ്. പല സ്ഥലത്തുനിന്നും ആൾക്കാർ പറഞ്ഞാണ് അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അവരുടെ എൻ്റർടൈൻമെൻറ്റ്, ഇത് കഴിഞ്ഞ് ഫ്രീ ടൈം, അവർക്ക് ചർച്ച ചെയ്യാനുള്ള സ്ഥലം, അത് ഇത് ചപ്പ് ചവറ്, ഇതൊക്കെ നോക്കണം. ഇത് നിങ്ങളുടെ വീട്, ഇത് നിങ്ങൾ എന്നും ഇരുന്ന് കഴിക്കുന്ന മേശ, ഇതിന് 4 കാലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ദ്രവിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഈ കുറവ് പോലെ മാറ്റാൻ പറ്റാത്ത നിങ്ങളാണ് ഇനി കെക്കക്കേട് കുറവ് നേടാൻ പോകുന്നത്. നീ ഒരുപാടിട്ട് കുലുക്കണ്ട. ഇന്നാൾ കുലുക്കിയതാണ് 5 ഗ്ലാസ് ഉണ്ടായിരുന്നത് 4 ഗ്ലാസ്സായി. ആദ്യം ഉള്ള സാധനങ്ങൾ നീ സൂക്ഷിക്കാൻ പഠിക്കുക കേട്ടോ, എന്നിട്ട് എന്നെ പഠിപ്പിക്കും. ഒരുപാട് എൻ്റെ അടുത്ത് ഇങ്ങനെ യുദ്ധം ചെയ്യാതെ എൻ്റെ ആ യൂണിഫോം തേച്ച. ഏത് യൂണിഫോം? IFFK കിട്ടുകൊണ്ടുള്ള യൂണിഫോം തേക്കൂലേ? തന്നെത്താനെ തേച്ചാൻ കിട്ടിട്ട് പോയാൽ മതി കേട്ടാ. അല്ലെങ്കിൽ നീയൊക്കെ ലോക തേപ്പല്ലേ, ഞാൻ തേച്ചോളാം. ഞാൻ തേച്ചായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കുടുംബത്തെ ഉണ്ടാവില്ലായിരുന്നു. ആ എടുത്താ. ഓഹോ, നീ രണ്ടൊന്ന് പോസ് പറഞ്ഞതാ. കൊള്ളാം. മാമിക്കും മരുമോക്കും വേറെ ഒന്നും കിട്ടിയില്ല, എടുത്ത് കളിക്കാം. ഗ്രൂപ്പിൽ ഇടാനാ. നീ ഒന്നിലും ഇടണ്ട. നീ ഇങ്ങോട്ട് ഊരിക്ക, എനിക്ക് പോകാൻ സമയമായി. ഞാൻ വിചാരിച്ചത് എവളായിരിക്കും എടുത്തിട്ടേക്കണേ. കളിക്കാതെ ഇങ്ങോട്ട് അയച്ചേ. എനിക്ക് ഫെസ്റ്റിവൽ കാണാൻ കയറാനുള്ള. ഫെസ്റ്റിവൽ കാണാൻ വീട്ടിലോട്ട് പോകണ്ട, അല്ലെങ്കിൽ ഇച്ചിരി മാറുന്നു. ഇത് അവിടുത്തെ യൂണിഫോം ആണ്, ഇത് ഇട്ടാലേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. എന്തുവാണ് വീട്ടിൽ ചേട്ടാ ഇത്? അതെ, പിന്നെ ബുദ്ധിജീവിതരം കാണിക്കേണ്ടത് വേഷത്തിലല്ല, തലക്കകത്ത് എന്തെങ്കിലും വേണം. ആയിക്കോട്ടെ, എന്തായാലും ആവട്ടെ. നീ കളിക്കരുത്. നീ എന്നെ എടുത്തോണ്ട് കൊടുത്ത ആരെടുത്താണ്? ഞാൻ അഴിക്കിങ്ങോട്ട് ഒരു ഫോട്ടോ എങ്ങനെ കിട്ടിയോളൂ. ഫോട്ടോയൊക്കെ എടുത്താൽ മതി. ഊരങ്ങോട്ട് കണ്ണാടി കൊണ്ടുപോ. കളിക്കണം. ഇനി ഇത് തേച്ചൊക്കെ എടുത്ത് ഞാൻ എപ്പോഴും എൻ്റെ ഇറാനിയൻ സിനിമ എന്ന് മിസ്സാവും. 9 മണിക്ക് ഷോയാ. ഈ സിനിമ കാണുക എന്ന് പറയണത് നിസ്സാര കാര്യമല്ല കേട്ടാ. ഞാൻ രാവിലെ ഇവിടുന്ന് പേടിച്ച് പോയി മിസ്സാവുന്ന വെച്ചാൽ ഇറാനിയൻ സിനിമ കാണാൻ പറ്റുമോ? അത് കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര നഷ്ടം. പിന്നെ ഇറാനിയൻ കണ്ടു, ഇന്തോനേഷ്യ കണ്ടു, ജപ്പാൻ കണ്ടു, ഉസ്ബെക്കിസ്ഥാൻ കണ്ടു, കൊറിയൻ സിനിമ, അങ്ങനെ 5 സിനിമയാണ് കണ്ടേക്കുന്നത്. എൻ്റെ ഇറാനിയൻ സിനിമയുടെ കഥ ഡാഡി പറഞ്ഞുതരാൻ പാ. അയ്യോ, ഡാഡി കഴിഞ്ഞ ദിവസം കണ്ടൊരു സിനിമയുടെ കഥ എനിക്ക് പറഞ്ഞു തന്നില്ലേ? അതൊന്നുമല്ല ആ സിനിമയുടെ യഥാർത്ഥ കഥ. ഞാൻ അതൊന്ന് കണ്ട്. ആ സ്ത്രീ ഇല്ലേ, അവരാരും രക്ഷിക്കുന്നില്ല, അതവരുടെ മെന്റൽ ഇല്യൂഷൻ ആണ്. പിന്നെ ഒരു കൊച്ചിനെ പറഞ്ഞില്ലേ, അത് അവര് തന്നെയാണ്, ആ സ്ത്രീയാണ് ആ കൊച്ചായിട്ട് വന്ന. നീ എന്തോ മനസ്സിലാക്കിയത്? മനസ്സിലായില്ലേ? ഇത് പണ്ട് ആട്ടം കാണാൻ പോയതുപോലെ ഉണ്ട്. ആട്ടം കഴിഞ്ഞ് നേരവും വെളുത്ത്. കഥ എന്താണെന്ന് അറിഞ്ഞു. ഞാൻ അപ്പഴേ പറഞ്ഞത് വേഷം കെട്ടി പോണല്ലേ കാര്യം, തലക്കകത്ത് എന്തെങ്കിലും വേണോന്ന്. ഒരബദ്ധമൊക്കെ ആർക്കാണെങ്കിലും പറ്റും. അതിനാ പാവത്തിന് ഇങ്ങനെ നിർത്തി കൊല്ലേണ്ട കാര്യം. ഒരബദ്ധമൊക്കെ പറ്റാടി, ഇതിപ്പോ സ്ഥിരമായാലല്ലേ കുഴപ്പം. എന്റെ പൊന്നളിയ, ലോകത്ത് നടക്കുന്ന സിനിമ എന്താണെന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാർ അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഈ IFFK നടത്തുന്നത്. അപ്പോൾ നല്ല പടങ്ങൾ വരും, അത് മനസ്സിലാക്കാനും പഠിക്കാനുമാണ് ആൾക്കാർ പോണത്. അത് ബുദ്ധിയുള്ളവർ, തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ കഴിവുള്ളവർ. നീ എന്തിനളിയാ പോണത്? അവരെ കൂടെ നാണം നിർത്താനായിട്ട്. എൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അടിക്കൊരു അയ്യ വെച്ചേ. കുടുംബക്കാരെല്ലാവരും കൂടെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങോട്ട് പൊക്കോട്ടെ.